ഒരു ചെരുപ്പ് എന്തിയാടാ? ഇതെല്ലാം ഒരു ചെരുപ്പ് എന്തിയേ? ഇതെന്തിയാ? നീ പേടിച്ചു മാറി നിൽക്കാതെ. ഇതേലും ഒരു ചെരുപ്പ് എന്തിയാന്നാ ചോദിച്ചേ? എടാ ഇതേലും ഒരു ചെരുപ്പ് എന്തിയേ? ഇത്ര പേടി എന്താ നിനക്ക്? എന്തിയടാ? ഇതേലും ഒരു ചെരുപ്പ് എന്തിയേ? എടാ ഇതേലും ഒരു ചെരുപ്പ് എന്തിയെന്ന്? എന്തിയടാ ഇതേലും ഒരു ചെരുപ്പ്? ഇതിലൊരു ചെരുപ്പ് എന്തിയാ മാത്താ? ഇതെല്ലാം ഒരു ചെരുപ്പ് എന്തിയാടാ? ഒരു ചെരുപ്പ് എന്തിയേ? തരാവേ, ഞാൻ തപ്പി എടുത്തോണ്ട് വന്നിട്ട് തരാം കേട്ടോ. നീ ഇറങ്ങി വാ, ഇറങ്ങി വന്നിട്ട് ആ ചെരുപ്പ് തപ്പിത്താ. ചെല്ലേ ചെല്ലേ, എന്തായാലും ഒരു ചെരുപ്പ് തപ്പിക്കൊണ്ട് ഓടി വാ. അതാണോ? നീ വാ, തരാവേ സമ്മാനെ കേട്ടോ. ഇനി ചെരുപ്പെടുത്താൽ തല്ലുകൊള്ളും കേട്ടോ. നല്ല അടി മേടിക്കും. ബാ, ചിക്കൻ ഫ്രൈ തരാം നിനക്ക്. വാടാ, എന്റെ ചെരുപ്പ് അടി. ബാ, ഫ്രൈ തരാം. കയറി വരൂ, കയറി വരൂ, കയറി വരൂ. വാ, വേണ്ട. കൊച്ചു പിള്ളേർക്ക് അത്രയൊക്കെ മതിയേ. ഇനി ആഹാരം തരുമ്പം തരാം. ബായ്. ഞാൻ ഇറങ്ങിയാലേ കഴിക്കത്തുള്ളേ. കഴിച്ചു. ഈ തുണി എന്ന് പറയുന്നത് ഈ ഒരു പീസ് 2.25, അതായത് 3 മീറ്ററിന് ഒരു ശകലം കുറവുണ്ട്, അത്രയുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഇറക്കം വേണ്ടത് 47 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പം അടിയിൽ നിന്ന് എടുക്കാം ഇറക്കം. അടിയിൽ നിന്ന് എടുത്താലേ നമുക്ക് 3/4 കൈ കിട്ടാനായിട്ട് മുകളിൽ നിന്ന് വെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടിയിൽ നിന്ന് മുകൾ പോട്ട് ഞാൻ 47 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തുണി 4ആയിട്ട് മടക്കിടാം. സാധാരണ നമ്മൾ തുണിക്ക് കൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ പീസും കൂടെ വർക്ക് ഇല്ലെങ്കിൽ, ഒരു വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടത്തില്ല. വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഇടുന്നത്. ഇതിപ്പോൾ തന്റെ വീതി കുറഞ്ഞ തുണി അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ടാലും കിട്ടത്തില്ല. അല്ലേ, ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത്രേ കിട്ടത്തുള്ളൂ. അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിന് ആവശ്യത്തിന് തുണി ഉള്ളത് കൊണ്ട് നമുക്ക് 4ആയിട്ട് തന്നെ മടക്കിയിടാം. 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഈ ലൈനിങ് ഇതിന്റെ മുകളിലോട്ടിടാം. അപ്പോൾ തേണ്ടി ഞാനിത് വരച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 47 ഇഞ്ചാണ്. തയ്യലൂടെ കൂട്ടി എടുത്തിരിക്കുന്നത് 47 ഇഞ്ച്. പിന്നെ ഞാൻ ഇതിന്റെ വണ്ണം എടുത്തിരിക്കുന്നത് 40 ഇഞ്ച് വണ്ണമാണ്. അതിന്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടി 50 ആക്കി. 50ന്റെ 4/1 12.5 ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പുറം കഴുത്ത് ഇറക്കിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പുറം കഴുത്ത് ഇറക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിരപ്പാക്കിയിട്ടിരിക്കുവാണ്. അത് കാരണം ഞാൻ ഇത് 3.5 എടുത്തിട്ടുണ്ട്. ഈ കഴുത്തിറക്കം ഞാൻ 7 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ആലില പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. കൈക്കുഴി ഞാൻ എടുത്തിരിക്കുന്ന 6.5 ഇഞ്ച് എടുത്തിട്ട് വളച്ചെടുത്തിരിക്കുവാണ്. പിന്നെ ഈ വണ്ണം 12.5 എടുത്തെങ്കിൽ 14 ഇഞ്ച് ഇറക്കത്തില് ഇവിടെ വരുമ്പോഴേ മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് ഇറക്കാം. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ 12.5 എടുത്തെങ്കിൽ അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് ഇവിടെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരുമ്പോൾ 21 ഇഞ്ച് ഇറക്കത്തില്, മുകളിൽ നിന്ന് താഴോട്ട് 21 ഇഞ്ച് ഇറക്കത്തില്, മുകളിൽ നിന്ന് താഴോട്ട്. അപ്പൊ മുകളിൽ ഈ കൈക്കുഴിയുടെ അവിടെ എത്ര എടുത്തോ അത്രയും തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ തുണിയേല്. അപ്പൊ 12.5 ഇവിടെ എടുത്തു. പിന്നെ നമുക്ക് ഏറ്റവും അടിയിൽ കിട്ടിയിരിക്കുന്നത് ഇത് 13 ഇഞ്ച് ബീച്ചാണ് കിട്ടിയിരിക്കുന്നത്, വീതി 13 ഇഞ്ച്. അത് നമ്മൾ ഈ 21 എടുത്തില്ലേ, അതിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നേരെ വരച്ചെടുക്കുവാണ്. ഇനി ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ മോൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ നമ്മൾ ഇത്ര നേരപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് പുറം കഴുത്ത് ഒട്ടും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കൈക്കുഴിയാണ്.
ഈ മൂല വരുമ്പോൾ ഒരു ശകലം താഴ്ത്തി കൊടുത്തേരെ, തുള്ളി രണ്ടിങ്ങനെ. ആ, ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന സൈഡാണ്. ലൈനിങ്ങും കൂടെ ഇട്ട് ഒന്നിച്ചാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാമോ? ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെവ്വേറെ ആക്കണം. വെവ്വേറെ ആക്കിയിട്ട് വേണം നമ്മൾ മുൻവശത്തെ കഴുത്ത് തയ്ച്ചെടുക്കാൻ. ഞങ്ങൾ മാറ്റിയിട്ടേക്കണേ. എന്നിട്ട് നമ്മൾ മുൻവശത്തെ കഴുത്ത് വെട്ടിയെടുക്കാൻ പോവുകയാണ്. മുൻപിലത്തെ ഈ അളവിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി ബാക്കിലെ പീസ്. ഇതിപ്പോൾ ഒന്നിച്ചിട്ട് വെട്ടിയെടുത്തില്ലേ, കട്ട് ചെയ്തെടുത്തില്ലേ. ഇനി നമ്മൾ ആ ബാക്കിലെ പീസ് എടുത്ത് നമ്മൾ 1/2 ഇഞ്ച് കളഞ്ഞേക്കണം. അത് തയ്ക്കാൻ നേരം കളഞ്ഞാലും മതി. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറത്തിലെ ഈ ഭാഗം ഉണ്ടല്ലോ പൊങ്ങിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച്. കൈക്കുഴിയുടെ അവിടെ ഒരു വല്ലാതെ ചുളുങ്ങി കിടക്കും. അപ്പം നമ്മൾ 1/2 ഇഞ്ച് കളയാങ്കിലുണ്ടല്ലോ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഇനി ലൂസ് വേണമെന്നൊക്കെ ഉള്ളവർക്ക് കളയരുത്. അവർ പറയുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് പീസാണ്. അത് ആലിലയുടെ മോഡലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ? ഇനി നമ്മൾ പുറം ഒതുക്കാൻ വേണ്ടിട്ടേ പുറം പീസല്ലേ 2 ടക്ക് ഇട്ടേക്കണേ. നമ്മൾ എത്ര ചോക്ക് രണ്ട് ടക്ക് ഇട്ട് നമ്മളിവിടെ ആണ് ഞാൻ പറഞ്ഞത്. ഈ സൈഡാണ് നമ്മൾ 1/2 ഇഞ്ച് കളഞ്ഞേക്കണം. നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കിയത് ഇത് കളയാനുള്ളതാണ്. കണ്ടോ? നമുക്കവർ തന്നത് 2.25 ഇഞ്ച് 2.80 ഉണ്ടായിരുന്ന തുണി. പക്ഷെ കണ്ടോ, ഇത്രയേ ഉള്ളൂ ബാലൻസ് നമുക്ക് കിട്ടിയിരിക്കും. വീതി കുറഞ്ഞ തുണിയായിരുന്നു. ഇതേ വേണം 3/4 കൈ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. 3/4 കൈ കട്ട് ചെയ്തെടുത്താലും ചിലപ്പോൾ തണ്ട് ഇവിടെ ഏച്ചു വെക്കേണ്ടി വരും. കാരണം നമ്മൾ ഇത് അളന്ന് നോക്കുക, നമ്മുടെ കൈക്കുഴി അളന്ന് നോക്കുക, എത്ര ഉണ്ടെന്ന് നോക്കുക. നോക്കിയിട്ട് അത് തികയുമെന്ന് നോക്കണം. ഇത് 11.5 ഉണ്ട്. ആ 11.5 ഇത് കിട്ടുമോന്ന് നോക്കണം. കിട്ടത്തില്ല. കിട്ടാതെ വരുമ്പോൾ എന്നെ എടുക്കുന്ന അറിയാം, നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം വരുമ്പോഴത്തേക്ക് ശകലം ഏച്ചു വെച്ചാൽ മതി. അല്ല പിന്നെ ഈ സ്ഥലം ഇങ്ങനെ ഇട്ട് വെട്ടാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തികഞ്ഞു കിട്ടും. അപ്പൊ ഈ തേരുവശം മുകളിലാവും എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ 11.5 കിട്ടും. ഓക്കെ, 11.5 കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര ഇറക്കമുണ്ടോ, ഇതിപ്പോൾ 17 ഇഞ്ച് ഇറക്കം എനിക്ക് കിട്ടി. 17 തികച്ചില്ല, 17 ഇഞ്ച് ഇറക്കം കിട്ടി. അപ്പോൾ എന്തെടുക്കുന്നറിയാം, ആ 17 ഇവിടെ കണ്ടിട്ട് ഈ 4 വരെ നമ്മൾ അടയാളപ്പെടുത്തണം. ഈ 4 ഇഞ്ച് പോയിന്റിൻ്റെ അവിടെ വരെ നമുക്ക് കളയാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ വളച്ചെടുക്കുക. ഈ 4 കൊണ്ടൊന്ന് മുട്ടിച്ചു. ഇനി കൈവണ്ണ എത്രയാണെന്ന് നോക്കുക. നമുക്ക് 5.5 ഒന്നും 6.5 വേണ്ടത്. ആ 6.5 അടയാളപ്പെടുത്തിയിട്ട് ഈ 6.5 നമ്മൾ ഇവിടെ കണ്ടില്ലേ 4 ഇഞ്ച്, ആ 4 ഇഞ്ചിൻ്റെ അവിടോട്ട് വരച്ചുകൊണ്ട് വരിക. ഇത്രയേ ഉള്ളൂ കൈവെട്ട്, കൈയുടെ കട്ടിങ്. പിന്നെ പ്രത്യേകിച്ച് പടിയൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഈ ലൈനിങ്ങെ തന്നെ വെച്ചങ്ങ് തയ്ച്ചെടുക്കുവാണ്. ഇതാണ് കൈ കട്ട് ചെയ്തത്. ഇനി നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം.
നമുക്ക് 2 രീതി സ്ലിറ്റ് തയ്ക്കാം. ചില പ്രശ്നക്കാരെൻ്റെ അടുക്ക വരും, വയറിൻ്റെ അവിടെ ഇച്ചിരി ലൂസാക്കിത്താ, വയറിൻ്റെ അവിടെ ഫിറ്റ് ആകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ സ്ലിറ്റ് അടിച്ചതിന് ശേഷമേ കൂട്ടി യോജിപ്പിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സൈഡെല്ലാം തയ്ച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാം കൂടെ സൈഡെല്ലാം അടിക്കുന്നത്. സ്ലിറ്റ് ആദ്യം തയ്ക്കും. കാരണം നമുക്ക് ഇച്ചിരി വണ്ണം കൂട്ടാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തയ്ച്ചാലേ ഒക്കത്തുള്ളൂ. ഇച്ചിരി വണ്ണമുള്ളവർക്ക് 2-3 രീതി തയ്ക്കാൻ പറ്റും. ഞാൻ വണ്ണമുള്ളവർക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കും. ഈ ഷോൾഡർ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് പുറം പീസാണ്. നല്ല പീസ് ഇട്ടിട്ട് ഇതിൻ്റെ നമ്മൾ മുൻവശത്തെ പീസ് തയ്ച്ചില്ലേ, ഇതിൻ്റെ മോൾപോട്ട് ഇടുക. ഇട്ടിട്ട് നമ്മുടെ ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഇതെടുത്ത് ഇതിൻ്റെ മോൾപോട്ട് വെക്കണേ. എന്നിട്ട് ഇങ്ങനെ നേരെ അടിച്ചു പോരണം. ഇതിങ്ങനെ നേരെ പോരണം. എങ്ങും തടസ്സമൊന്നുമില്ല. കാരണം പുറം കഴുത്ത് വെട്ടാഞ്ഞതുകൊണ്ട് എങ്ങും തടസ്സമില്ല. നമ്മൾ നേരിട്ടിഞ്ഞ് തയ്ച്ചിഞ്ഞ് പോന്നാൽ മതി. ചേട്ടാ, നമ്മൾ നേരിട്ടിഞ്ഞ് തയ്ച്ച് പോരുവാണേ. അല്ല, ഒപ്പത്തിനൊപ്പം വെക്കണേ. ഇനി നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത് ശരിയായി കിട്ടിക്കോളും. ഉണ്ടോ? നല്ല ഭാഗവും കൂടെ ഒന്നിച്ചു വരും. അല്ലാത്തത് ലൈനിങ് കൂടെ ഒന്നിച്ചു വരും. കണ്ടോ? തയ്യലൊട്ട് നമുക്ക് കാണത്തുമില്ല, എല്ലാം അകത്ത് പോകും. നമ്മളിതിലെ 2 തയ്യൽ തയ്ക്കണേ. ആദ്യം ഒന്ന് തയ്ക്കണം ഇതിൻ്റെ മുകളിൽ കൂടെ, പിന്നെ ഒന്നുകൂടെ തയ്ക്കണം. അപ്പോൾ തന്നെ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.